നീറ്റ് പുനഃപരീക്ഷയ്ക്ക് തയ്യാറെന്ന NTA 1563 പേർക്ക് വീണ്ടും നീറ്റ് പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയെ അറിയിച്ചു. സമയക്രമം ലഭിക്കാതിരുന്നവർക്കാണ് വീണ്ടും പരീക്ഷയ്ക്ക് അവസരം നൽകുക. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം ദേവരാജ്, ഈ പറയുന്ന 1563 പേർക്ക് മാത്രം വീണ്ടും പരീക്ഷ എഴുതണം എന്നുള്ളതല്ലല്ലോ ആവശ്യം. അതിനപ്പുറത്തേക്കുള്ള ആവശ്യം പരിഗണിക്കുന്നില്ല എന്നുള്ളതാണോ ഈ സമയക്രമം തെറ്റിയവർക്ക് മാത്രം പരീക്ഷ എഴുതാനുള്ള അനുമതി? ഇത് വ്യത്യസ്തമായ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. അതിൽ ഒരു കൂട്ടം ഹർജികളിൽ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ഹർജികളിലാണ് ഇത്തരമൊരു ആവശ്യം. അതായത് ഗ്രേസ് മാർക്ക് സമയക്രമം 3 മണിക്കൂർ 20 മിനിറ്റാണ് ഈ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായി നൽകിയിരുന്നത്. ഇത്തരം പരീക്ഷാക്രമം അധികമായി 20 മിനിറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കാണ് വീണ്ടും പുനഃപ്രവേശന പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിക്കുക. നേരത്തെ ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇവർക്കുള്ള ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടും. മാത്രമല്ല പുനഃപരീക്ഷ എഴുതാത്തവർക്കും ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുമെന്ന കാര്യവും കൂടി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തു. ജൂൺ 23-നാണ് ഇത് സംബന്ധിച്ച പുനഃപരീക്ഷ നടത്തുക. ജൂൺ 30-ന് ഈ പുനഃപരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. ജൂലൈ 6-നാണ് കൗൺസിലിംഗ് നടപടികൾ ആരംഭിക്കുക എന്ന കാര്യവും കൂടി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇത് ഈ നീറ്റ് പരീക്ഷയുടെ സമയക്രമം 3 മണിക്കൂർ 20 മിനിറ്റ് ലഭ്യമാകാതിരുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്, 1563 വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. നേരത്തെ MV ദിനേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. അത് എന്നടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഈ ആക്ഷേപങ്ങളിൽ ജൂലൈ 8-ന് മറുപടി നൽകണമെന്ന്, ജൂലൈ 8-നകം, അതായത് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് NDAക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കണമെന്ന ആവശ്യവും കൂടി നേരത്തെ ഉയർത്തുകയും ചെയ്തിരുന്നു. അതിനനുസരിച്ച് സുപ്രീം കോടതിയുടെ അവധിക്കാലത്തിന് ശേഷം സുപ്രീം കോടതി ആരംഭിക്കുന്ന ആദ്യ ദിവസമായ ജൂലൈ 8-ന് ഈ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കുകയാണ് ചെയ്യുക. ഇടക്കാല ആശ്വാസം എന്ന നിലയിലാണ് 1563 വിദ്യാർത്ഥികൾ ഈ ഗ്രേസ് മാർക്കിന്റെ പ്രശ്നമുള്ള സമയക്രമം അധികമായ 3 മണിക്കൂർ 20 മിനിറ്റ് സമയം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ NTA ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാതിരുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കൂടി അവർക്കും ഇത്തരമൊരു ആനുകൂല്യം ലഭിക്കും. പക്ഷേ 1563 വിദ്യാർത്ഥികൾക്കാണ് ഈ പുനഃപരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുക എന്ന കാര്യമാണ് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയെ അറിയിച്ചത്.